എന്തൊരു മണാട അവളുടെ മുടിക്ക്. തലയിലെന്തോ തേക്കുന്നുണ്ടേട്ടാ. വല്ല കാച്ചിയ വെളിച്ചെണ്ണയായിരിക്കും. നീ കിടന്നോ, നീ കിടന്നോ. ഐഷ, ഐഷ, പോ. അയ്യോ, മിണ്ടാൻ പറ്റില്ല. എന്നോടാ നോക്കിക്കൊണ്ടിരുന്നു. പഴയ ഹിന്ദി പടത്തിലൊക്കെ കാണുന്ന പോലെ ഓൾ ഇപ്പൊ എന്നെ തിരിഞ്ഞു നോക്കും. ഓൾ ഉമ്മച്ചിക്കുട്ടിയാടാ, ഉമ്മച്ചിക്കുട്ടി. ഒരു നോട്ടം കിട്ടണമെങ്കിൽ നീയൊക്കെ വേറെ ജന്മം ജനിക്കണം. ഉമ്മച്ചിക്കുട്ടിയാണ്. ഓള് തിരിഞ്ഞു നോക്കില്ല. ഓള് തിരിഞ്ഞു നോക്കടാ, എന്നെ തിരിഞ്ഞു നോക്കടാ. ഓളമ്മച്ചിക്കുട്ടിയാണ്. ഞാൻ നായറാ. നീ നായരാനും ഞാൻ എന്ത് ചെയ്യാനാടാ? മഞ്ജു. മഞ്ജുവാ? അപ്പൊ ചിഞ്ചു നിഞ്ഞ് വിട്ടാ? ഓ മിസ്റ്റർ നായർ, നിങ്ങള് വിളിക്കണ ഈ പാവം സബ്സ്ക്രൈബർ എന്റെ മയ്യത്തെടുക്കണവരെ നിലവിലിടാ തെണ്ടി. എടഞ്ഞ് ചൂടാവല്ലേ, ഞാനൊരൊറ്റ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. എന്താ? ആ അബ്ദുൽ ഖാദറിന്റെ വീട്ടുമതില് കുപ്പിച്ചില്ലണ്ടാ? നീ എന്ത് ചെയ്യാൻ പോവാ? അപ്പോ അവൾ ഉറങ്ങിയില്ലേ? ഓക്ക് മാത്രം അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ സാറേ? ബാക്കി പറയടേ. ഐഷ, ഐഷ, I'm sorry ഐഷ. എന്നെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കണം ഞാൻ കരുതിയല്ല. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഇരിക്കാൻ നിൽക്കാനും പറ്റല്ല. ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും, നിൽക്കുമ്പോൾ കൈയും കാര്യം പറിക്കും. സത്യം പറയാലോ, എൻ്റെ അത്രയും ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് സത്യം. ഓ എന്നെ ഇങ്ങനെ നോക്കല ഐഷ, ഞാൻ മരിച്ചു പോകും. ഓ ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് എൻ്റെ അവസ്ഥ. വെള്ളമില്ലാതെ ഊണോർക്കമില്ലാതെ ഒരു 100 വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനക്ക്. അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു. എൻ്റെ വീട്ടുകാരും നിന്നെ തലേന്നതിന് മുമ്പ് ഞാൻ പറയാം.
ഐ ലവ് യു ആയിഷ. ഇപ്പൊ ഇങ്ങോട്ടൊന്നും പറയണ്ട. നന്നായി ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി.